യെസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ചൈനയിലെ കാർ എക്സ്പോയിലാണ്. ഈ കാർ എക്സ്പോയുടെ വിപ്ലവം ഭയങ്കരമായിട്ട് സൃഷ്ടിക്കാൻ പോകണം. ചൈനക്കാരുടെ മെത്തേഡ് എന്താ വരാൻ പോകണമെന്ന് പറയുമ്പോൾ 2 ലക്ഷം കിലോമീറ്റർ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, നിങ്ങൾക്ക് എത്ര വർഷം വേണോ 10 വർഷം സ്പെയർ അടക്കം ഗ്യാരണ്ടി കൊടുക്കാൻ പോണ്. ഇത് മുഴുവനും കാർ എക്സ്പോ ആണ്. ഈ കാണുന്നത് മുഴുവൻ കാർ എക്സ്പോ ആണ്. ഇവർ ഇന്ത്യയിലേക്ക് വരാൻ പോണ്. ഇവരെല്ലാം മാനുഫാക്ചർ പ്ലാന്റ് തുടങ്ങാണ്. പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജർമ്മൻ കാറിനെ വിശ്വസിക്കുന്നത് എന്താ, സ്പെയർ പാർട്സ് ക്വാളിറ്റി അല്ല. എത്ര വർഷം നിങ്ങൾക്ക് വേണം അത്ര വർഷം തേയ്മാനം വന്നാലും, നിങ്ങൾക്ക് ബ്രേക്ക് ഷൂ തേയ്മാനം വന്നാലും നിങ്ങൾക്ക് ഫ്രീ ആക്കി തരുന്നത്. അതുകൊണ്ട് എല്ലാ ചൈനയിൽ മൊത്തം കാർ സെയിൽസ് ഇപ്പോൾ മൊത്തം സ്പെയർ പാർട്സ് ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് വരാൻ പോണേ. ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതേ മെത്തേഡ് ഇന്ത്യയിലേക്ക് വരാണ്. അവർ കാറ് തരും, വില കുറഞ്ഞ് 20 ലക്ഷം 30 ലക്ഷം ഈ കാണുന്ന അടിപൊളി കാറുകൾ നമുക്ക് തരും. അതിൻ്റെ സ്പെയർ പാർട്സ് 5 വർഷം 2 ലക്ഷം കിലോമീറ്ററിന് ഗ്യാരണ്ടി തരും. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പോൾ ജർമ്മൻ കാറുകളുടെ ആ അഹംഭാവമൊക്കെ ഇപ്പോൾ കുറയാൻ പോണ്. ഏത് കാറും ഏത് സർവീസ് ഇനി എല്ലാ കാർ കമ്പനിയും അങ്ങനെ വരാൻ പോണ്. എത്ര വർഷം ഉപയോഗിക്കണോ അത്ര വർഷം സ്പെയർ പാർട്സ് ഗ്യാരണ്ടി. തേയ്മാനം വന്നോട്ടെ മാറ്റി തരും. അത്ര ഉറപ്പോടെയാണ് അവരുടെ വരവ്. ആ ഒരു വരവ് ഇന്ത്യയിൽ ഉടനെ പ്രതീക്ഷിച്ചോ. ചൈന മാർക്കറ്റ് മുഴുവൻ കാർ സെയിൽ ഇപ്പം അങ്ങനെയാണ്. അങ്ങനെ വന്നാൽ വളരെ കഷ്ടമായിരിക്കും കാർ സെയിലും അവരെ കമ്പനി പിടിച്ചേക്കല്. ചൈന മൊത്തം തൂത്തുവാരി കൊണ്ടുപോകും മാർക്കറ്റ്.